guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട പോലെ ഒരു അടിപൊളി കവർ പിക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മുടെ വീഡിയോസിന് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കവർ പിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു കവർ പിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, ദെൻ ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വരാം. ദെൻ നമ്മൾ ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മളത് ഫിൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ റേഷ്യോ ചെറുതായിട്ടൊന്ന് മാറ്റി 4:5 ആക്കിയിട്ടുണ്ട്. കാരണം 4:5 ആണ് ആ ഒരു ഫോട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയ മഴയുണ്ട്. അപ്പോൾ സൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു മഴയുടെ ഇത് കേൾക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒഴിവാക്കി വിടുക. ഓക്കെ, അതിപ്പോൾ എനിക്കിപ്പോൾ മഴയുടെ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. നമ്മളിത് ഫസ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരാം. നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ താഴെ ആഡ് ചെയ്ത ഫോട്ടോത്തിൻ്റെ PNG ആണ്. ആ ഒരു ക്യാരക്ടർ മാത്രമുള്ള ആ ഒരു PNG ഇമേജാണ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഗൂഗിളിൽ പോയി റിമൂവ് BG എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ്. അപ്പം അവിടെ പോയി അത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സാർട്ട് തുടങ്ങിയ ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴെയുള്ള ലെയർ, അതായത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിലൊന്ന് നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ സാച്ചുറേഷനായിട്ട് വൈബ്രൻസ് ആഡ് ചെയ്യുക. അതിന് എന്ത് ചെയ്യുക, സാച്ചുറേഷൻ വന്ന് -100 ആക്കി കൊടുക്കുക. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ അതിൽ തന്നെ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ സ്ട്രിപ്സ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ട്രിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൗണ്ട് വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 70 മുകളിൽ നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. then അതിൻ്റെ വിഡ്ത്ത് വന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.48. അത് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ആ ഒരു കവർ പിക്കിനനുസരിച്ച് ബോറാവാത്ത രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ദെൻ വന്ന ആംഗിൾ വന്ന് നമ്മളിവിടെ 45 ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 180ലേക്ക് കറക്റ്റായി ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ഇതിൻ്റെ കളർ വന്ന് ഞാനിപ്പോൾ ബ്ലാക്കാണ് എടുക്കുന്നത്. ഇതിനിവിടെ താഴെയുള്ള പഞ്ച് ഔട്ടും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടെ എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ താഴെ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്മൂത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ അതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്മൂത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ അത്യാവശ്യം നല്ല രീതിക്ക് ഞാനിപ്പോൾ ഒരു 0.480 ഈ ഒരു റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് കൗണ്ട് ഇനിയും ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് വന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വിഡ്ത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാക്ക് വരാം, ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ വരാം. നമ്മൾ ഗോഷ്യൻ ബ്ലറാണ് ആഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളതൊന്ന് സ്ട്രിപ്സിൻ്റെ താഴെ, അതായത് സാച്ചുറേഷൻ അതിൻ്റെ വൈബ്രൻസ്, ഗോഷ്യൻ ബ്ലർ, സ്ട്രിപ്സ്, ഈ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഓവർലെയർ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. ഈ ഒരു ഓവർലേ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക, ലൈറ്റ് ആൻഡ് കൊടുക്കുക. ഈ ഒരു ഓവർലേ എന്ന് പറയുന്നത് ദെൻ ഇതിൻ്റെ രണ്ടിന് സെൻട്രലായിട്ട് വരിക. ദെൻ നിങ്ങൾക്ക് ഏതൊരു പാർട്ടാണോ ഇവിടെ കൊടുക്കാൻ താല്പര്യം ആ ഒരു പാർട്ടിൻ്റെ അടുത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റാണ് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു പാർട്ടാണോ വേണ്ടത് ആ ഒരു പാർട്ട്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു PNG ഇമേജ് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാഡോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയിട്ട് ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കവർ പിക്ക് ബോറാവാത്ത രീതിയിൽ ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിലേക്ക് വരികയാണ്. ഞാനപ്പോൾ ഇവിടെ നെയ്മർ ജൂനിയർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെയ്മർ JR എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാനിപ്പം ലെമൺ മിൽക്ക് മീഡിയ എന്ന് പറഞ്ഞ ആ ഒരു ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ആ ഒരു ലെയർ, അതായത് ആ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ റൊട്ടേഷൻ കൊടുക്കാം. റൊട്ടേഷൻ വന്നൊരു 10 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ 10 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾക്ക് ഇവിടെ ഈ ഒരു താഴെയായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെരിച്ച് കൊടുക്കുക. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് വന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഒരു -12.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. 12.5
ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ലെയർ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളത് സൂമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു രീതിക്കൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയറിലേക്കാണ് ഇനി കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടത്. ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട്സിൽ വരിക, ഇതിൽ വന്ന് സ്ട്രിപ്സ് ആഡ് ചെയ്യുക. അപ്പോൾ സ്ട്രിപ്സിൽ വന്ന ശേഷം നമുക്കിവിടെ കൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വന്ന് നമ്മൾ നല്ലോണം കുറച്ച് കൊടുക്കുക. ഒരു 0.9 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ വിഡ്ത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, വിഡ്ത്തും നല്ല രീതിക്ക് കുറച്ച് കൊടുക്കുക. നമ്മളൊരു 0.3. ഓക്കെ, ഈ ഒരു രീതിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ദെൻ നമുക്കതിൻ്റെ ആംഗിൾ വന്നതാണ് ഈ ഒരു രീതിക്ക് കിട്ടണം. നമുക്ക് അതിൻ്റെ സെൻറ്ററിലായി ഇതേപോലെ കട്ടാവുന്ന രീതിക്ക് കിട്ടണം. ഞാനിപ്പോൾ ഒരു 170 എടുക്കുമ്പം ആ ലൈൻ സെൻറ്ററിലേ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ കളർ വന്ന് ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഇതേപോലെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് നമ്മൾ സ്മൂത്തിങ് ചെയ്യണം. സ്മൂത്തിങ് വന്ന് നമ്മൾ അപ്പോൾ അതിന് വന്ന് സ്മൂത്തിങ് വന്ന് 0.029 ആ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ബാക്ക് വരെ അഗൈൻ ആഡ് എഫക്ട്സ് കളർ ആൻഡ് ലൈറ്റിൽ വരിക. ഇവിടെ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്ത് എക്സ്പോഷർ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 0.25 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കറക്റ്റായി 0.25 സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിൽ ഇത്രേ ചെയ്യേണ്ടു. ദെൻ അഗൈൻ ആഡ് എഫക്ട്സിൽ വരെ ഇവിടെ നമ്മൾ ലോങ് ഷാഡോ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ലോങ് ഷാഡോ ഇത് വന്ന് നമ്മൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാനുള്ള സൈസാണ്. ഓക്കെ, ഇത് വന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലോണം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റേഞ്ചിൽ കൊടുക്കുക. 0.006 ഈ ഒരു റേഞ്ചിലാണ് നമ്മളിതിൻ്റെ സൈസ് കൊടുക്കുന്നത്. ദെൻ നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ആൽഫ ഉണ്ടാവും. ആൽഫ നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. 100%ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് 100%ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കളറും കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. ബ്ലാക്കിലായിരിക്കും ഉണ്ടാവുക. ബ്ലാക്കിൽ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് സ്ട്രോക്ക് എടുക്കുക. അതായത് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോയിൽ സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പം 0.5 ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഈ ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. ഇതെന്ന് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു നെയ്മറിൻ്റെ കളറും ആ ഒരു ടെക്സ്റ്റ് കളർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ളൊരു കളറിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലില്ല, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ ഇതിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് അത്യാവശ്യം നല്ല രീതിക്കുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നീല വേണമെങ്കിൽ നീല, പച്ച. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ മഞ്ഞയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവർ പിക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കവർ പിക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.